മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് പാല പൊൻകുന്നം റൂട്ടിലാണ്. പൊൻകുന്നത്തുനിന്ന് പാലായി കിടക്കുന്ന റോഡ്. കാരണം പൊൻകുന്നമാണല്ലോ നിയറസ്റ്റ്. അപ്പോൾ പൊൻകുന്നമുള്ള ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. അപ്പോൾ പൊൻകുന്നത്തു നിന്ന് പാലായി കിടക്കുന്ന വഴിക്ക് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഏകദേശം 10-11 സെന്റോളം സ്ഥലത്തിനകത്ത് ഒരു 60 ലക്ഷം രൂപ ചോദിക്കുന്ന വീട്. നല്ലൊരു വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിക്കൂ. ഞങ്ങൾ നേരിട്ട് കൊണ്ടുപോയി പ്രോപ്പർട്ടി കാണിക്കാം. വീടും സ്ഥലവും കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഉടമസ്ഥനായിട്ട് വില പേശാം, കച്ചവടത്തിലേക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. പൊൻകുന്നം പാല റൂട്ടിൽ പൊൻകുന്നം ടൗണിൽ നിന്നും ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും ഒരു 600 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു സുന്ദര ഭവനത്തിലേക്കാണ് നമ്മളിപ്പോൾ കയറുക. നല്ലൊരു രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ്. താമസിക്കാൻ വേണ്ടി പണിത് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്. നല്ല ഗേറ്റ്, നല്ല ചുറ്റുമതിൽ എല്ലാം കണ്ടുകൊണ്ട് നല്ലൊരു മുറ്റത്തേക്ക് നമ്മൾ കയറുകയാണ്. വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിക്കോട്ടെ, നല്ല രീതിയിലുള്ള നല്ല ഫ്രണ്ട് വ്യൂ ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി വീടാണിത്. നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയുള്ള നല്ല വീട് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ്. ചുറ്റുവട്ടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് നല്ലൊരു ഏരിയയാണ്, ലൊക്കേഷനാണ് എന്നുള്ളത്. നല്ല കാർ പോർച്ച് കാര്യങ്ങളൊക്കെ, തൊട്ടടുത്തൊക്കെ നല്ല വീടുകളൊക്കെ നമുക്ക് കാണാം. ഇതാണ് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീടുകളൊക്കെയാണ്. എന്ത് നല്ല വീടുകളാണെന്ന് നോക്കിക്കുക, നല്ല അയൽവക്കമല്ലേ. അപ്പോൾ ഇവിടെ പില്ലറിലൊക്കെ ക്ലാഡിംഗ് സ്റ്റോണൊക്കെ കൊടുത്ത് നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി വീട് നമുക്ക് കാണാം. ഇവിടെ നിന്ന് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണ്. സിറ്റ് ഔട്ടിൽ വെർട്ടിഫൈഡ് ടൈൽ ഉപയോഗിച്ചിട്ട് ആണ് സിറ്റ് ഔട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുക. തേക്കൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഫ്രണ്ട് ഡോറ് തുറക്കാനായിട്ട് നമ്മൾ തുറന്നിട്ടിരിക്കുക ഡോറ്. അപ്പോൾ നമ്മളൊന്ന് അടച്ചിട്ടിട്ട് നമുക്ക് കണ്ടാലേ ആ വീടിൻ്റെ വ്യൂ അല്ല ഡോറിൻ്റെ വ്യൂ ഒന്ന് മനസ്സിലാകുകയുള്ളൂ. നല്ലൊരു കൊത്തുപണികളോട് കൂടി നല്ലൊരു ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് എന്ന് തന്നെയാണ് തോന്നുന്നത്. താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. അപ്പോൾ അവർ ഞാൻ പറഞ്ഞു പുറമേ നിന്ന് വീഡിയോ എടുത്താൽ പോരെ, താമസിക്കുന്ന വീടെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു കുഴപ്പമില്ല, എടുത്തോളൂ. അതുകൊണ്ട് നമ്മൾ വീടിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറി. ഇത് നല്ല സ്വീകരണ മുറി, TV യൂണിറ്റിൻ്റെ പോയിന്റ് ഇവിടെയാണ് വന്നിരിക്കുക. അവിടുന്ന് ഈ ലെഫ്റ്റിലേക്ക് ഈ സൈഡിലേക്ക് പോകുമ്പോൾ 2 ബെഡ്റൂമുണ്ട്. ഇവിടെ ഒരു ഫർഗോളയൊക്കെ കൊടുത്ത് നല്ലൊരു പാർട്ടീഷനൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരിക. ചോദ്യം വില 60 ലക്ഷം രൂപ എന്നുള്ളതേ ഉള്ളൂ. നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. അങ്ങനെ നല്ലൊരു ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ടോയ്ലറ്റ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. 60 ലക്ഷം രൂപ ചോദിച്ചാലും അത് നെഗോഷ്യബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ്, നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് പൊൻകുന്നം ടൗണുമായിട്ടാണ് നിയറസ്റ്റ് ടൗണ് വരുന്നത്. ഒരു 1-1.5 കിലോമീറ്റർ താഴെ ദൂരമാണ് പൊൻകുന്നം ടൗണുമായിട്ടുള്ളത്. ഇവിടുന്ന് നമുക്ക് അടുത്ത് തന്നെ നമുക്ക് കടകൾ കാര്യങ്ങളെല്ലാം അടുത്ത് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഹൈവേയുമായിട്ടൊരു 500-600 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. ഇവിടെ 2 ബെഡ്റൂം കണ്ടു. 3ാമത്തെ ബെഡ്റൂം ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കയറുമ്പോഴാണ്. വാഷ് ഏരിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയെല്ലാം നല്ലൊരു ഫിനിഷിംഗ് ഉള്ള നല്ലൊരു വൃത്തിയായിട്ട് തന്നെയുള്ളൊരു വീടാണ്. 60 ലക്ഷം രൂപ ചോദിക്കുന്നു. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഒരു 5-6 മാസത്തെ പഴക്കം ഈ വീടിനുള്ളൂ. 5-6 മാസമേ ഉള്ളൂ, അല്ലാതെ ഒത്തിരി കാലമായില്ല വന്ന് താമസിക്കാനും തുടങ്ങിയിട്ട്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് വേണമെങ്കിൽ ഫുൾ ലോൺ സൗകര്യത്തോടു കൂടി തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. പലപ്പോഴും പല ആൾക്കാരും നമ്മളോട് വിളിച്ച് ചോദിക്കും ഇതിൻ്റെ ലാസ്റ്റ് വില ഒന്ന് എന്ന്. ലാസ്റ്റ് വില എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വൈറ്റാണോ ബ്ലാക്കാണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ്. എത്ര കാലത്തെ താമസമുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഒരു പ്രോപ്പർട്ടിയുടെ വില തീരുമാനിക്കുക.
അങ്ങനെ നമ്മൾ വന്ന് നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി. കിച്ചണിലെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് വർക്ക് ഏരിയ എല്ലായിടത്തോടെയും നമ്മളങ്ങ് മൊത്തത്തിൽ കവർ ചെയ്യുന്നില്ല. സാധാരണ നമ്മളൊരു പുതിയ വീടിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പോലെ മൊത്തത്തിൽ കവർ ചെയ്യുന്നില്ല. എങ്കിലും നമ്മുടെ നല്ലൊരു കിച്ചണ്, നല്ലൊരു വർക്ക് ഏരിയ. അതുകൊണ്ട് അപ്പോൾ നല്ലൊരു വീടാണ്. 60 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ പ്രൈസാണ്. എങ്കിലും നമുക്ക് നേരിട്ട് മാക്സിമം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ച് നമുക്ക് തീർക്കാം. 1450 സ്ക്വയർ ഫീറ്റാണ്. അതുപോലെ തന്നെ 10-11 സെൻറ്റോളം സ്ഥലമുണ്ട്. അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.